സർഫസ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ പാർട്ടാണിത്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. ഒന്ന് കെമിക്കൽ മെത്തേഡ്, ഇലക്ട്രിക്കൽ ഡിസ്ഇൻറ്റഗ്രേഷൻ, 3 പെപ്റ്റൈസേഷൻ. എങ്ങനെയാണ് എനിക്ക് കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന്. ആദ്യത്താണ് കെമിക്കൽ മെത്തേഡ്. ബൈ ദ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ്, റിഡക്ഷൻ എക്സെട്ര, ഈ പറയുന്ന 3 കാര്യം കൊണ്ട് നമുക്ക് കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ ദ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ്, റിഡക്ഷൻ എക്സെട്ര വി ക്യാൻ പ്രിപ്പയർ കൊളോയിഡ്സ്. കെമിക്കൽ മെത്തേഡിനകത്ത് വരുന്നതാണ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ് ആൻഡ് റിഡക്ഷൻ. Example, FeCl3 plus H2O gives FeOH thrice plus HCl. ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ. അപ്പം എന്താണ് കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞല്ലോ, അതായത് ഒന്നുകിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ, അത് രണ്ടും ഒരുമിച്ച് പറയുക, അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ്. ഈ പറയുന്ന 3 വഴി നടക്കുന്ന റിയാക്ഷൻസിനെ ഓക്കെ. ഇപ്പോൾ തന്നെ FeCl3 plus H2O gives FeOH thrice. ഈ പറയുന്നതിൽ FeOH thrice എന്ന് പറയുന്ന ഒരു കൊളോയിഡാണ്. ഇവിടെ നടക്കുന്ന ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനുമാണ്. ബൈ ദ കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഓക്സിഡേഷൻ, റിഡക്ഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് എ കൊളോയിഡ് ക്യാൻ ബി പ്രിപ്പയർഡ്. അടുത്താണ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ. മെയിൻലി ലയോഫോബിക് കൊളോയിഡ്സ് ആർ പ്രിപ്പയർഡ് ത്രൂ ദിസ് മെത്തേഡ്. ലയോഫോബിക് ഹീറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എ മെറ്റൽ സോൾ, 2 metal rods are dipped in a suitable solvent and pass a high voltage electricity. High voltage electricity ഇതിലൂടെ പാസ് ചെയ്യണം. The metal vaporizes due to the intense heating. ഹീറ്റിംഗ് നന്നായിട്ടുള്ളത് കൊണ്ട് മെറ്റൽ വേപ്പറായിട്ട് പോവുക. ഡ്യൂ ടു ദ ഇൻറ്റൻസ് ഹീറ്റിംഗ് ആൻഡ് കണ്ടൻസസ്. ഹീറ്റ് ചെയ്തപ്പോഴത്തേക്കും മെറ്റൽ വേപ്പറായി പോയി. വേപ്പറൈസ് ചെയ്തതിന് ശേഷം ഇത് കണ്ടൻസായി. in the same solvent forming the corresponding colloid. അപ്പം through electrical disintegration mainly lyophobic colloids are prepared. For example, for the preparation of metal salt, 2 metal rods are dipped in a suitable solvent. Then it is heated. By heating, the metal vaporizes and then it is condensed, forming colloid. അപ്പം ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ചോദിച്ചാൽ പറയണം, it's electrical disintegration mainly happens in mainly used for the preparation of lyophobic salt. In this, the 2 metal rods are connected, then it is heated. On heating, the metal rods are vaporized and later vaporized and condensed in the same solvent. അടുത്തതാണ് പെപ്റ്റൈസേഷൻ. ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് precipitate into colloid. Precipitateനെ കൊളോയിഡായിട്ട് മാറ്റുന്നതാണ് പെപ്റ്റൈസേഷൻ. ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് PPT, precipitate, പെപ്റ്റൈസേഷൻ ബന്ധമുണ്ടല്ലോ. ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് precipitate into colloid in the presence of an electrolyte known as peptizing agent. അടുത്തത് പ്യൂരിഫിക്കേഷൻ. ഇപ്പം നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് കഴിഞ്ഞു. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിനകത്ത് കെമിക്കൽ മെത്തേഡ് പറഞ്ഞു, ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പെപ്റ്റൈസേഷൻ. ഇനി പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് excess impurities of a colloid. The important methods are dialysis, electrode dialysis and ultrafiltration. It is the removal of excess impurities in a colloid. കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ
കൂടുതൽ വന്നാൽ റിമൂവ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇതൊക്കെ. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് purification of colloid. It is the removal of excess impurities from a colloid is known as ഇതിന് കോൾഡ് അല്ല, 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡയാലിസിസ്, ഇലക്ട്രോഡ് ഡയാലിസിസ് ആൻഡ് അൾട്രാഫിൽട്രേഷൻ. എന്തിനാണ് ഈ 3 മെത്തേഡ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പറയേണ്ടത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ റിമൂവൽ ഓഫ് എക്സസ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം എ കൊളോയിഡ്. ഇനി ഫസ്റ്റ് വൺ ഡയാലിസിസ്. അത് ഒരു കാര്യം ശ്രദ്ധിക്കണം, 1 നാനോമീറ്ററിന് 1000 നാനോമീറ്ററിന് ഇടയിൽ ആവരുത്. 1 നാനോമീറ്ററിനെക്കാട്ടും താഴെയാണ്. 1 നാനോമീറ്ററിനെക്കാട്ടും മുകളിലായാലും പ്രശ്നം. അത് കൊളോയിഡായിട്ട് മാറിക്കഴിഞ്ഞാൽ പറ്റില്ല. ഓക്കെ. ഡയാലിസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റി ഫ്രം എ കൊളോയിഡ് ബൈ ദ മീൻസ് ഓഫ് ആൻ അപ്പാരറ്റസ് കോൾഡ് ഡയലൈസർ. അപ്പോൾ ഡയാലിസിസ്, it is the process of removing impurities from a colloidal substance. Okay. In electrode dialysis, the normal dialysis is very slow, so that electrical field is applied to increase the rate of removal of impurities from a colloid. Okay. During this process, the opposite charged ions are attracted to their respective electrons. During this process, the opposite charged ions are attracted to their respective electrode. അതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ ഡയലൈസറിനകത്ത് പഠിക്കാനുള്ളത് ഒരു പാർച്ച്മെൻ്റ് ഉണ്ട്. അതിനകത്ത് കൊളോയിഡ് ഉണ്ട്. അതിനെ ഫുള്ളി സസ്പെൻഡ് ചെയ്തേക്കുന്നത് വെള്ളത്തിലാണ്. പിന്നെ ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഹോൾഡറുണ്ട്. പിന്നെ ഇലക്ട്രോലൈറ്റ്സും വെച്ചിട്ടുണ്ട്. അടുത്തയാണ് അൾട്രാഫിൽട്രേഷൻ. In this process, the impurities are filtered through special ultrafilter paper. Solvent only passes through the paper, leaving the colloidal particle, which can be transferred into pure solvent. ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഇമ്പ്യൂരിറ്റീസും റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു അൾട്രാ ഫിൽറ്റേർഡ് പേപ്പർ ഉപയോഗിക്കും. ഇതിനകത്തുള്ള സോൾവെൻറ്റ് മാത്രമേ പോകത്തുള്ളൂ. കൊളോയിഡൽ പാർട്ടിക്കിൾ അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ. ഇങ്ങനെ ഇരിക്കുന്നത് വഴി ഇതിന് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് നമുക്ക് പ്യുവർ സോൾവെൻ്റായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. അതിനകത്ത് പറയാനുള്ളതാണ് ടിൻഡാൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂമെൻറ്റും, ചാർജ് ഓഫ് കൊളോയിഡും, ഇലക്ട്രോഫോറോസിസും, ഇലക്ട്രോ ഓസ്മോസിസും, കൊയാഗുലേഷനും. ദ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്: ടിൻഡാൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് പഠിക്കണം, ചാർജ് ഓഫ് കൊളോയിഡ് പഠിക്കണം, ഇലക്ട്രോഫോറോസിസ് പഠിക്കണം, ഇലക്ട്രോ ഓസ്മോസിസ് പഠിക്കണം, കൊയാഗുലേഷൻ ഓഫ് പേഴ്സിപ്പിറ്റേറ്റ് പഠിക്കണം. അതിനകത്ത് ലാസ്റ്റ് വേണം നമുക്ക് ആദ്യം പഠിക്കാം, പേഴ്സിപ്പിറ്റേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് വിച്ച് ക്യാൻ ബി ഡൺ ബൈ ബോയിലിംഗ്, മിക്സിംഗ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് colloid, the adhesion of electrolyte. Okay. ഇനി continuous dialysis. അടുത്തത് Hardy-Schulz rule. As a charge of the electrolyte increases, the speed of the coagulation increases. Hardy-Schulz rule states that as the charge of the electrolyte increases, the rate of coagulation also increases. NaCl, CaCl2, AlCl3. Alന് +3ഉം CAക്ക് +2ഉം NAക്ക് +1ഉമാണ് ഉള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ സ്പീഡിൽ കൊയാഗുലേഷൻ കാണിക്കുന്നത് AlCl3 ആണ്. ഓക്കെ. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കൊളോയിഡാണ്. അപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നത്
ഇതിലേതാണ് പെട്ടെന്ന് NaCl ആണോ MgCl2 ആണോ FeCl3 ആണോ? ഇറ്റ് ഈസ് FeCl3. അടുത്തതാണ് Tyndall effect. It is a scattering of beam of light by colloidal particles. ഈ സ്കൈ എന്തുകൊണ്ടാണ് ബ്ലൂ കളറിലിരിക്കണമെന്ന് അറിയാമോ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ Tyndall effect. ഇനി ദ അൾട്രാ മൈക്രോസ്കോപ്പ് ആർ വർക്ക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് Tyndall effect. Tyndall effectൻ്റെ ബേസിസിലാണ് ഈ അൾട്രാ മൈക്രോസ്കോപ്പൊക്കെ വർക്ക് ചെയ്യുന്നത്. അടുത്ത പോയിൻ്റ് നമ്മൾ പഠിക്കാനുള്ളതാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ബൊംബാർഡ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ കണ്ടിന്യൂസ് ബൊംബാർഡ്മെൻറ്റ് കൊണ്ട് ഒരു കൊളോയിഡലിന് ഒരു സിക്സാഗ് മോഷൻ കിട്ടും. ഒന്നുകൂടി പറയാം. ഡിസ്പേർഷൻ മീഡിയത്തിനകത്ത് കിടക്കുന്ന പാർട്ടിക്കിൾസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൊംബാർഡ്മെൻറ്റ് സംഭവിക്കുമ്പം ആ പറയുന്ന കൊളോയിഡ്സ് സിക്സാഗ് മൂവ്മെൻറ്റിൽ പോകാം. Okay, it is a zigzag movement of colloidal particle due to the continuous bombardment of the particles in the dispersion medium. അടുത്തത് ചാർജ് ഓഫ് കൊളോയിഡ്. സെലക്റ്റീവ് അഡ്സോർപ്ഷൻ്റെ കാരണം കൊണ്ട് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ടാകും. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇത്തരത്തിലുള്ളൊരു അഡ്സോർപ്ഷൻ കാരണം a layer of charged ions are formed above the colloid known as fixed layer. Okay. ഈ ഫിക്സഡ് ലെയറിന് മുകളിലായിട്ട് എ സെക്കൻഡ് ലെയർ ഓഫ് ഓപ്പോസിറ്റ് അയോൺസ് ആർ ഫോംഡ് known as diffused layer, and the charge difference between the fixed layer and the diffused layer is known as theta potential or electrokinetic potential. എന്ന് പറയണം, ഡ്യൂ ടു സെലക്റ്റീവ് അഡ്സോർപ്ഷൻ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് കൊളോയിഡിൻ്റെ മുകളിൽ വരും. ആ പറയുന്ന ഒരു ലെയറിനെ ഫിക്സഡ് ലെയർ എന്ന് വിളിക്കും. അതിന് തൊട്ട് മുകളിലുള്ള ലെയറാണ് ഡിഫ്യൂസ്ഡ് ലെയർ അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ ഇസ് നോൺ ആസ് ഡിഫ്യൂസ്ഡ് ലെയർ. ഇതിനിടയിലുള്ള ഡിഫറൻസ് ആണ് തീറ്റ പൊട്ടൻഷ്യൽ. അടുത്തതാണ് ഇലക്ട്രോഫോറോസിസ്. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഫീൽഡ്. The positively charged particle move towards a cathode, cathophoresis. The negatively charged particle move towards anode, known as anophoresis. അടുത്താണ് electroosmosis. During electrophoresis, if the movement of particle is prevented by some suitable means, it is observed that the solvent begins to move. This phenomena is known as electroosmosis. അടുത്താണ് enzyme. Enzymes are biochemical catalysts. Example, thymase, maltase. And the characteristic of enzymes are it is highly efficient, specific, and the action of enzyme is maximum at maximum temperature and pH. The presence of activators and coenzymes increase the activity of enzyme, and the presence of inhibitors and poison decrease the action of enzyme. Enzyme action. There are two steps in enzyme action. The first one, the enzyme plus reactor or substrate changes into a complex known as enzyme substrate complex, and the enzyme substrate complex breaks to form enzyme and the product. Then emulsion. Liquid colloids are known as emulsion. ലിക്വിഡ് ഒന്ന് സൊല്യൂട്ടും ഒന്ന് സോൾവെൻറ്റും. എക്സാമ്പിൾ മിൽക്ക് എന്ന് പറയുന്നത് വെള്ളം പ്ലസ് ലിക്വിഡ് ഫാറ്റ് ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇമൾഷൻസ്. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ഇമൾഷനും ഒന്ന് വാട്ടർ ഇൻ ഓയിൽ ഇമൾഷനും. ഇനി ദ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സിനകത്ത് വരുന്നതാണ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിക്കൽ precipitate of smoke, medicines. Okay, അടുത്തത് colloids around us, the formation of deltas are formed due to the coagulation of precipitation. അടുത്തത് fog, mist and rain. It is possible to cause artificial rain by the
ത്രോയിങ് electrified sand. ഓക്കെ, ഇത്രയേ ഉള്ളൂ.